ഹായ് ഡിയേഴ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ഓട്ടോമേഷൻ എന്നും ഓട്ടോമേഷനുള്ള ഡെഫിനിഷനുമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇനി നാം ഇതിൻ്റെ ഡീറ്റെയിലായ കാര്യത്തിലേക്കാണ് കടക്കുന്നത്. അതായത് എന്താണ് ഇതിൽ ഓരോരോ ടപ്പിൾസ് നമ്മൾ പറഞ്ഞു. ഓട്ടോമേഷൻ ഡിഫൈൻ ചെയ്യാൻ 5 ടപ്പിൾസ് എന്ന 5 ടപ്പിൾസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. എത്ര ടൈപ്പാണ് ഓട്ടോമേഷൻ ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി അതിലേക്ക് കടക്കാം. ട്രാൻസിഷൻ സിസ്റ്റം, അതായത് ട്രാൻസിഷൻ ഫങ്ഷൻ എന്നൊക്കെ പറയാം. എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ട്രാൻസിഷൻ സിസ്റ്റം. എ ട്രാൻസിഷൻ ഗ്രാഫ് ഓർ എ ട്രാൻസിഷൻ സിസ്റ്റം ഈസ് എ ഫൈനൈറ്റ് ഡയറക്റ്റഡ് ലാബിൾഡ് ഗ്രാഫ്. ഗ്രാഫ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് ട്രാൻസിഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്, ട്രാൻസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിതിന് ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ടേബിളായിട്ടും ഡയഗ്രമായിട്ടെല്ലാം ഇത് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ട്രാൻസിഷൻ ഗ്രാഫ് അല്ലെങ്കിൽ ട്രാൻസിഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഗ്രാഫാണ്, ലാബിൾഡ് ഗ്രാഫ്, അതായത് വെർട്ടിസസും എഡ്ജസുമുള്ള ഗ്രാഫാണ് ട്രാൻസിഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ 2 എൻഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ കാണിക്കാനാണ്. നമ്മൾ ഈ വെർട്ടെക്സിനെ കാണിക്കാൻ വെർട്ടെക്സിൽ കാണിക്കുന്നത് സ്റ്റേറ്റിനെയാണ്. അതേസമയം എഡ്ജിൽ കാണിക്കുന്നത് അതിൻ്റെ സ്റ്റേറ്റ് ട്രാൻസിഷനാണ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ചേഞ്ചുകളെയാണ് എഡ്ജസിൽ കാണിക്കുന്നത്. നിങ്ങൾക്കിത് ഇങ്ങനെ പറയുമ്പോൾ ഗ്രാഫ് മനസ്സിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഗ്രാഫ് എന്ന് പറയുമ്പോൾ വെർട്ടെക്സ് ഉണ്ടായിരിക്കും, എഡ്ജസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വെർട്ടെക്സ് ആണ് സ്റ്റേറ്റ്, എഡ്ജസ് ആണ് അതിൻ്റെ ട്രാൻസിഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ചേഞ്ചുകൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് വാല്യൂസിനെ കാണിക്കുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ചിത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഡയഗ്രമാറ്റിക്കലായിട്ട് കാണിച്ചു തരാം. ഇതാണ് ചിത്രം. ഈ ചിത്രത്തിൽ പറയുന്ന ഇതുമാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ട്രാൻസിഷൻ ഡയഗ്രാം അല്ലെങ്കിൽ ട്രാൻസിഷൻ സിസ്റ്റം അല്ലെങ്കിൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതായത് ട്രാൻസിഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടെക്സും എഡ്ജസും ചേർന്നാണ്. ഈ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഈ 2 എണ്ണമാണ്. അവിടെ ഡിനോട്ട് ചെയ്യുന്ന വെർട്ടെക്സിൽ ഡിനോട്ട് ചെയ്യുന്ന സ്റ്റേറ്റിനെയാണ്. നമുക്കറിയാം, ഈ ചിത്രത്തിൽ കണ്ടാൽ തന്നെ അറിയാം, Q0 ഒരു സ്റ്റേറ്റാണ്, Q1 ഒരു സ്റ്റേറ്റാണ്. നമുക്ക് അറിയുന്നതാണ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് സ്റ്റേറ്റിനെ കുറിച്ചിട്ടൊക്കെ. Q0 എന്ന് പറഞ്ഞ ഇനീഷ്യൽ സ്റ്റേറ്റാണ്. ഈ ഒരു കേസിൽ Q1 എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റാണ്. അത് ഇനീഷ്യൽ സ്റ്റേറ്റ് എപ്പോഴും Q0 ആയിരിക്കും, ഫൈനൽ സ്റ്റേറ്റ് എന്തും ആവാം. എഫിനെയാണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റായിട്ട് ഡിനോട്ട് ചെയ്യാറ്. ഇനി എഡ്ജസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ 2 എണ്ണമാണ് എഡ്ജസ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു 1 ആണ് ഇൻപുട്ട് ട്രാൻസിഷൻ എങ്കിൽ അവിടെ 1 ഇതാണ് ഇൻപുട്ട് 1. /0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഔട്ട്പുട്ട് 0 ആണ്, ഒന്നും ഇല്ല എന്നുള്ള മീനിങ്. അതേപോലെ തന്നെ താഴെ. പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് സ്റ്റാർട്ടിങ്, അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിനെ കാണിക്കുമ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ ആരോ മാർക്കാണ് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുക. ആരോ മാർക്ക് ഒറ്റ സർക്കിളാണ് യൂസ് ചെയ്യുക. അതേസമയം ഫൈനൽ സ്റ്റേറ്റ് ആണെങ്കിൽ 2 കോൺസെൻട്രിക് സർക്കിളാണ്, അതായത് ഒരു സർക്കിൾ പിന്നെ ഒരു സർക്കിൾ, ഇങ്ങനെ 2 എണ്ണമായിട്ടാണ് ഫൈനൽ സ്റ്റേറ്റിനെ കാണിക്കുക. ഈ ഒരു ഫിഗറിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 ആയതുകൊണ്ട് ഒരു ആരോ മാർക്ക് ഇട്ടു, ഇങ്ങനെ കാണിച്ചു. ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് Q1 ആയതുകൊണ്ട് 2 കോൺസെൻട്രിക് സർക്കിൾ കാണിച്ചു. ഇനി ഇതിൻ്റെ ഉള്ളിൽ എവിടെ വേറെ ഏത് സ്റ്റേറ്റ് വന്നാലും അതിന് ഒറ്റ സർക്കിൾ, സാധാ ഒരു സർക്കിളായിട്ടാണ് കാണിക്കുക. അതിന് ഇതുപോലെ ഒരു ആരോ മാർക്കും ഉണ്ടായിരിക്കില്ല, ഇതുപോലെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ക്ലോസിങ്ങോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിനും ഫൈനൽ സ്റ്റേറ്റിനും കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ചിത്രത്തിൽ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. A transition graph or a transition system is a finite directed labeled graph in which each vertexന് മറ്റൊരു പേരാണ് നോഡ്, represents a സ്റ്റേറ്റിനെ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. And the directed edges indicate the transition of a state and the edges are labeled with input എന്താണ് ഔട്ട്പുട്ട്, input/output എന്നുള്ള രൂപത്തിലാണ് എഡ്ജസ് കാണിക്കുന്നത്. എൻ്റെ ഫിഗർ പറഞ്ഞു. ഇനി ബാക്കി ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി തന്നെ, അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിനെ കാണിക്കാൻ ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സർക്കിൾ വിത്ത് ആൻ ആരോ പോയിൻറ്റിങ് ടുവേർഡ്സ് ഇറ്റ്സ്. ഞാൻ പറഞ്ഞത് തന്നെ, ഇനീഷ്യൽ സ്റ്റേറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ആരോ മാർക്ക് പിന്നെ സ്റ്റേറ്റ്, അങ്ങനെയാണ് കാണിക്കുന്നത്, അതാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഫൈനൽ സ്റ്റേറ്റ് ബൈ 2 കോൺസെൻട്രിക് സർക്കിൾ ആൻഡ് ദ അതർ സ്റ്റേറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ജസ്റ്റ് എ സർക്കിൾ.
പറഞ്ഞ കാര്യം തന്നെയാണ് നോട്ട്സായി പറഞ്ഞെന്നുള്ളൂ. ദ എഡ്ജസ് ആർ ലാബിൾഡ് ബൈ ഇൻപുട്ട് ഔട്ട്പുട്ട്. എഡ്ജസുകൾ പറയുന്നത് ഇൻപുട്ട്/ഔട്ട്പുട്ട് ആണ്. എക്സാമ്പിൾ പറയുന്നത് 1/0 1/1 ഇങ്ങനെയൊക്കെ പറയുന്നത് എഡ്ജസിലാണ്. അവിടെ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും കാണിക്കാനാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട്/ഔട്ട്പുട്ട്. 1/0 എന്ന് പറഞ്ഞാൽ 1 ഇൻപുട്ടും 0 ഔട്ട്പുട്ടും. 1/1 എന്ന് പറഞ്ഞാൽ 1 ഇൻപുട്ടും 1 ഔട്ട്പുട്ടും. For example, if the system is in the state Q0 and the input 1 is applied. Q0 എന്നുള്ള സ്റ്റേറ്റിൽ ഇൻപുട്ട് 1 അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അവിടെ എഡ്ജസിൽ എന്താണ് കാണിക്കുക? 1/0 ആണെങ്കിൽ അവിടെ എന്താണ്? ഇൻപുട്ട് 1 അപ്ലൈ ചെയ്തു, ഔട്ട്പുട്ട് ഒന്നുമില്ല, അപ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. അതാണ് ആ കേസ് പറയുന്നത്. ദ സിസ്റ്റം മൂവ്സ് ടു ദ സ്റ്റേറ്റ് Q1ലേക്ക് മൂവ് ചെയ്യണം. Q0 നിന്ന് Q1ലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് 1 ആകുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ എഡ്ജസിന് എന്ത് എഴുതണം? 1/0 എന്ന് എഴുതണം. അപ്പോൾ ഔട്ട്പുട്ട്, അതായത് ഔട്ട്പുട്ട് 0. ഇനിയൊരു ഡെഫിനിഷനാണ് പറഞ്ഞത്. ഓട്ടോമേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസിഷൻ സിസ്റ്റം ഇതിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ട്രാൻസിഷൻ സിസ്റ്റം എന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസിഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ 5 ടപ്പിൾസ് ആണ്. കമ്പയർ ചെയ്ത് പഠിക്കണം. എപ്പോഴും പഠിക്കുമ്പോൾ ഓട്ടോമേഷൻ, പിന്നെ ട്രാൻസിഷൻ ഫംഗ്ഷൻ, അങ്ങനെ ഓരോന്നും ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനുള്ള സിമിലാരിറ്റികളും ഡിഫറൻസ് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ഓർമ്മയിൽ നിർത്താൻ കഴിയുള്ളൂ. ട്രാൻസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് 5 ടപ്പിൾസ് ആണ്. ആ 5 ടപ്പിൾസ് പറയുന്നത് Q, സിഗ്മ, ഡെൽറ്റ, Q0, F. ഇതിലുള്ള ഒരുവിധം എല്ലാം നിങ്ങൾക്ക് അറിയുന്നതിനാണ്. Q എന്താണെന്ന് പറയാൻ പറ്റും. Q എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ആണ്. സിഗ്മ എന്ന് പറയുന്ന ഇൻപുട്ട് സിമ്പിൾസ്, ഇൻപുട്ട് ആൽഫബറ്റ്സ് ആണ്. ഡെൽറ്റ എന്ന് പറയുന്ന ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ്. Q0 എന്ന് പറയുന്ന ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. F എന്ന് പറയുന്ന ഫൈനൽ സ്റ്റേറ്റ് ആണ്. അതെല്ലാം എല്ലാവരിലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ പറയുന്ന അത് ഓരോന്ന് സെപ്പറേറ്റായി പറഞ്ഞതിന് പകരം ഒറ്റന്നാക്കി പറയുകയാണ്. കാരണം മുന്നേ ഓരോന്നും സെപ്പറേറ്റായി പഠിച്ച് മനസ്സിലായത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതാത്തത്. Q, സിഗ്മ ആൻഡ് F ആർ ദ ഫൈനൈറ്റ് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ദ ഇൻപുട്ട് ആൽഫബറ്റ് ആൻഡ് ദ സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ്. അതാണ് Qയും സിഗ്മയും Fഉം. Q0 സബ്സെറ്റ് ഓഫ് Q, അതായത് Qയിലെ ഒരു മെമ്പർ ആയിരിക്കും Q0. നമുക്കറിയാം Q എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ സെറ്റ്സ് ആണ്. എത്ര സ്റ്റേറ്റ് ഉണ്ട് ആ സെറ്റുകളുടെ മൊത്തം ആയിട്ട് പറയുന്നതാണ് Q. അതുകൊണ്ട് Q0 എന്ന ഇനീഷ്യൽ സ്റ്റേറ്റ് Qയിലെ ഒരു മെമ്പർ ആയിരിക്കും. Q0 ഈസ് നോൺ എംപ്റ്റി. Q0 എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആയിരിക്കും. ആൻഡ് ഡെൽറ്റ ഈസ് എ ഫൈനൈറ്റ് സബ്സെറ്റ്. ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് അല്ലെങ്കിൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ്. എന്തിൻ്റെയൊക്കെ സബ്സെറ്റ് ആയിരിക്കും അത്? അവിടെ സ്റ്റേറ്റ് ഉണ്ടാവും, ആൽഫബറ്റ്സ് ഉണ്ടാവും, ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവും. ഈ 3 എണ്ണത്തിൻ്റെയും കൂടി സബ്സെറ്റാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അതായത് ഡെൽറ്റ എന്ന് പറയുന്ന ട്രാൻസിഷൻ ഫംഗ്ഷൻ. അതിലാണ് ചേഞ്ചുകൾ എപ്പോഴും വരും. നമ്മളോരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓട്ടോമേഷൻ പഠിക്കുമ്പോഴും ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ, അതായത് മെഷീൻ പ്രോപ്പർട്ടീസിൻ്റെ, മെഷീനിലെ ഫംഗ്ഷൻ്റെ ട്രാൻസിഷനിലാണ് വ്യത്യാസം. അതിനനുസരിച്ചിട്ടാണ് ഓരോ മെഷീനിലുള്ള പേരുകളിലുള്ള വ്യത്യാസം എല്ലാം തന്നെ വരിക. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് എന്തിൻ്റെ സബ്സെറ്റാണെന്ന് പറയുന്നത്? സെറ്റ്സിൻ്റെയും പിന്നെ ഇൻപുട്ട് സിമ്പിൾസിൻ്റെയും പിന്നെ ആ സ്റ്റേറ്റിനുള്ളതിൻ്റെ എന്താ ഇനീഷ്യൽ സ്റ്റേറ്റ്സിന്, ഈ 3 എണ്ണത്തിൻ്റെയും കൂടി സബ്സെറ്റാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അതായത് Q ക്രോസ് സിഗ്മ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് സിമ്പിളിനെ നോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. Q0 അതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. അത് ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എ ട്രാൻസിഷൻ സിസ്റ്റം ആക്സെപ്റ്റ് എ സ്ട്രിങ് W ഇൻ സിഗ്മ സ്റ്റാർ. അതായത് ട്രാൻസിഷൻ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ് ആണ് W എന്ന് കരുതാൻ. W എന്ന് ചിലതിൽ ഒമേഗ എന്നൊക്കെ പറയാറുണ്ട്. W എന്ന് യൂസ് ചെയ്യാം. അത് ഇൻപുട്ട് സിമ്പിളാണ്. നമുക്കറിയാം സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത് സെറ്റ്സ് ഓഫ് ഇൻപുട്ട് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് സിമ്പിൾസ് ആണ്. അതിലെ ഒരു സ്ട്രിങ് ആണ് W എന്ന് കൺസിഡർ ചെയ്യുന്നത്. ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രിങ് ആണ് W. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ദർ എക്സിസ്റ്റ് എ പാത്ത് വിത്ത് ഒറിജിനേറ്റ് ഫ്രം സം ഇനീഷ്യൽ സ്റ്റേറ്റ് goes along the arrows and terminate at the final state. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യും? നമ്മുടെ ആ ഫിഗറിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്നൊരു പാത്ത്, ഒരു സ്റ്റേറ്റ് ജനറേറ്റ് ചെയ്യും. ഇനീഷ്യൽ സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യും. Q0 നിന്ന് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യും W എന്നുള്ള സ്ട്രിങ് വെച്ചുകൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളതിനെ ആരോ മാർക്ക് ഉപയോഗിച്ച് കാണിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഫൈനലായിട്ടൊരു സ്റ്റേറ്റിലെത്തും. ആ ഫൈനൽ സ്റ്റേറ്റിൽ എന്ത് ചെയ്യും? പ്രോസസ് ടെർമിനേറ്റ്, അവസാനിക്കും. അതാണ് പറയുന്നത്. ദർ എക്സിസ്റ്റ് എ പാത്ത് വിച്ച് ഒറിജിനേറ്റ്സ് ഫ്രം സം ഇനീഷ്യൽ സ്റ്റേറ്റ്. ഏതെങ്കിലും ഇനീഷ്യൽ സ്റ്റേറ്റ് തുടങ്ങി ഗോസ് എലോങ് ദി ആരോസ് ഇട്ടുകൾ പോവും.
അടുത്ത സ്റ്റേറ്റിലേക്ക് ആരോസ് ആയിട്ട് അടുത്ത സ്റ്റേറ്റിലേക്ക്, അതായത് എഡ്ജസ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവസാനത്തെ സ്റ്റേറ്റിൽ സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് ടെർമിനേറ്റ് അറ്റ് സം ഫൈനൽ സ്റ്റേറ്റ്, ഏതൊരു ഫൈനൽ സ്റ്റേറ്റിൽ വെച്ചിട്ട് പ്രോസസ് സ്റ്റോപ്പ് ചെയ്യും. ദ പാത്ത് വാല്യൂ ഒബ്റ്റൈൻഡ് ബൈ കൺകാർഡിനേഷൻ ഓഫ് ഓൾ എഡ്ജ് ലേബൽസ് ഓഫ് ദി പാത്ത് ഈസ് ഈക്വൽ ടു ഡബ്ല്യു. അപ്പോൾ കൺകാർഡിനേഷൻ പറഞ്ഞാൽ അതായത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തുന്ന വരെയുള്ള പാത്ത്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസിഷനിലെ എഡ്ജസുകൾ എന്ന് പറയുന്നത് എല്ലാം കൂടി ചേർന്നാൽ എന്താണാവും, അത് അതിലൊരു പാത്തും ഡബ്ല്യുവിന് ഈക്വൽ ആയിരിക്കും. കാരണം അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് ഡബ്ല്യു ആയതുകൊണ്ട് അതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സ്ട്രിങ് ഡബ്ല്യു എന്നുള്ളത് ഒരു ഇൻപുട്ട് സിമ്പലാണ്, ഇൻപുട്ട് ആൽഫബറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഒരു പ്രോപ്പർട്ടി, ട്രാൻസിഷൻ ഫംഗ്ഷന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. മെയിനായിട്ട് രണ്ട് പ്രോപ്പർട്ടീസാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്നത്, ഡെൽറ്റ എപ്പോഴും എഴുതുമ്പോൾ ഫസ്റ്റത്തെ ഇനീഷ്യൽ സ്റ്റേറ്റ് എഴുതും, പിന്നെ ഒരു ഓപ്പറേഷനെ കാണിക്കാൻ വേണ്ടി ഇത് ശരിക്കും എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയല്ല, കുറച്ചുകൂടി താഴ്ത്തിയിടേണ്ടത്. ഇത് എഴുതുമ്പോൾ ശരിക്കും ക്യാപ്പ് പോലെ തോന്നും, അങ്ങനെ ക്യാപ്പ് പോലെ എഴുതരുത്, താഴ്ത്തിയിടാം. അപ്പോൾ അത് ഫംഗ്ഷനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. q is a finite automation, ഒരു ഫൈനൈറ്റ് ഓട്ടോമേഷൻ ആയിരിക്കുമെന്ന്. അതായത് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് തന്നെയാണെങ്കിൽ, ക്യൂ തന്നെയാണെങ്കിൽ നമുക്കതിന് ഫൈനൈറ്റ് ഓട്ടോമേഷൻ എന്ന് പറയാം. അതായത് കറക്റ്റായിട്ടൊരു ഡിഫൈൻ ചെയ്യപ്പെട്ട സ്റ്റേറ്റ് തന്നെ ആകുമ്പോഴാണ് അതിന് ഫൈനൈറ്റ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞത്. ദിസ് മീൻസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ഓൺലി ആൻ ഇൻപുട്ട് സിമ്പിൾ. അതാണ് പറയുന്നത്, ഇൻപുട്ട് സിമ്പിളിനനുസരിച്ച് മാത്രമേ സിസ്റ്റത്തിൽ ചേഞ്ച് വരുള്ളൂ, അല്ലെങ്കിൽ ചേഞ്ച് വരില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇൻപുട്ട് സിമ്പിൾ ഒന്നുമില്ല, നള്ളാണ് എങ്കിൽ ഇവിടെ ട്രാൻസിഷൻ ഫംഗ്ഷനിൽ സ്റ്റേറ്റിൽ നിന്നും ഇവിടെ ഇൻപുട്ട് സിമ്പിൾസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് എന്താണ് ചേഞ്ച് ഒന്നും വരാത്തത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇൻപുട്ട് സിമ്പിൾ ഇല്ലെങ്കിൽ ചേഞ്ചുകളൊന്നും വരില്ല എന്നാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് ഫോർ ഓൾ സ്ട്രിങ് ഡബ്ല്യു ആൻഡ് ഇൻപുട്ട് സിമ്പിൾ എയും സ്ട്രിങ്ങുകളെ മൊത്തമായി ഡിനോട്ട് ചെയ്യുന്ന ഡബ്ല്യൂയും ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെയൊക്കെ എഴുതാമെന്നാണ് പറയുന്നത്. നമ്മൾ അസോസിയേറ്റിവിറ്റിയും കമ്മ്യൂട്ടേറ്റിവിറ്റിയും പ്രോപ്പർട്ടി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു സ്ട്രിങ്ങിൻ്റെ പ്രോപ്പർട്ടി ഇതിൽ അപ്ലൈ ചെയ്യുകയാണ് ഫംഗ്ഷനിൽ. അപ്പോൾ രണ്ട് തരത്തിൽ എഴുതാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റ ക്യൂ എ ഡബ്ല്യു അങ്ങനെ എഴുതാം. എ ഡബ്ല്യു എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് ഇൻപുട്ട് സിമ്പിളാണ്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിനെ ഡിനോട്ട് ചെയ്യാം, മൊത്തമായ സ്ട്രിങ്ങിനെ ഡിനോട്ട് ചെയ്യാം. ഇത് ഒന്നാണ് എ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ ആദ്യം എഴുതുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഡെൽറ്റ ക്യൂ എ കോമ ഡബ്ല്യു എന്നിട്ട് എഴുതാം. എന്നിട്ട് പിന്നെ ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്ത് എന്താ, ക്യൂവിനെ എയും മാത്രം കൺസിഡർ ചെയ്യാം, ഡബ്ല്യുവിനെ കൺസിഡർ ചെയ്യാം. അതുപോലെ തിരിച്ചിങ്ങനെ എഴുതാം. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഡെൽറ്റ ക്യൂ എ ഡബ്ല്യു ഇതിങ്ങനെ വരുമ്പോൾ തിരിച്ചിട്ട് ഇങ്ങനെയും ഇങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്. ഇതിന് ഇങ്ങോട്ടാക്കി നമ്മൾ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി ഒക്കെ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ എഴുതാം എന്നാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ ക്യു എ ഡബ്ല്യുവും ഡബ്ല്യു എയും രണ്ടിനും ഒരേ രീതിയിൽ എഴുതാൻ കഴിയുന്നത്. അതായത് സ്ട്രിങ്ങിനെ സ്ഥാനത്ത് ഇൻപുട്ട് സിമ്പിൾസ് ആണ് സ്ട്രിങ്ങും മാറി മാറി എഴുതിയാലും ചേഞ്ചുകളൊന്നും വരില്ല എന്നാണ് പ്രോപ്പർട്ടി, രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഇൻപുട്ട് സിമ്പിളിനനുസരിച്ചിട്ടുള്ള ചേഞ്ചേ വരുള്ളൂ എന്നാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് സ്ട്രിങ്ങും ഇൻപുട്ട് വേരിയബിൾ ഇൻപുട്ട് സിമ്പിളും ചേഞ്ച് ചെയ്താലും വാല്യൂവിൽ വ്യത്യാസമൊന്നും വരില്ല എന്നാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ പറയുമ്പോൾ അതിൽ വേറെ കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സസിബിലിറ്റി ഓഫ് എ സ്ട്രിങ് ബൈ, നമ്മളിവിടെ ഒരു ഇപ്പോൾ ആക്സസിബിലിറ്റി പറഞ്ഞത് എ എന്നുള്ള സ്ട്രിങ് ഡബ്ല്യു എന്നുള്ള സ്ട്രിങ്, എ എന്നുള്ള ഇൻപുട്ട് ഡബ്ല്യു എന്നുള്ള സ്ട്രിങ്ങിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്തതുപോലെ തന്നെ ഒരു കേസാണ് പറയുന്നത് ആക്സെപ്റ്റബിലിറ്റി ഓഫ് എ സ്ട്രിങ് ബൈ എ ഫൈനൈറ്റ് ഓട്ടോമേഷനിലെ ഒരു സ്ട്രിങ്ങിൻ്റെ ആക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്നാണ് പറയുന്നത്. എ സ്ട്രിങ് എക്സ് ഈസ് ആക്സെപ്റ്റഡ് ബൈ ഫൈനൈറ്റ് ഓട്ടോമേഷൻ. ഒരു ഫൈനൈറ്റ് ഓട്ടോമേഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എം ഈക്വൽ ടു ക്യൂ സിഗ്മ ഡെൽറ്റ ക്യൂ നോട്ട് എഫ്. അതായത് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേഷൻ്റെ ഡെഫിനിഷൻ മുന്നേ പറഞ്ഞിട്ടുള്ള അതിനെ എം എന്നാണ് ഫൈനൈറ്റ് ഓട്ടോമേഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്.
എഫ് എ, അതായത് ഡിറ്റർമിനിസ്റ്റ് ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് DFA ഡിനോട്ട് ചെയ്യാനാണ് എം യൂസ് ചെയ്യുന്നത്. എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 ടപ്പിൾസ് ആണ്, Q സിഗ്മ ഡെൽറ്റ Q നോട്ട് എഫ്. അത് നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അതിലൊരു സ്ട്രിങ് ആണ് എക്സ് എന്ന് പറയുന്നത്. ഈ എം എന്ന് പറയുന്ന ഫൈനൈറ്റ് ഓട്ടോമേഷനിലെ ആക്സെപ്റ്റഡ് സ്ട്രിങ് എന്നുള്ള എക്സ് ആണെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ആ സ്ട്രിങ് എപ്പോഴും സ്ട്രിങ് ഉണ്ടെങ്കിൽ, അതായത് ഇൻപുട്ട് സിമ്പലിനെ കാണിക്കാൻ ഇവിടെയാണ് യൂസ് ചെയ്യുക. ട്രാൻസിഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിൽ സ്റ്റേറ്റും ഇൻപുട്ട് സിമ്പിളാണ്. ഇൻപുട്ട് സിമ്പിൾ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ആ നള്ള് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈക്വൽ ടു ക്യൂ ആണ് എന്നറിയാം. അതാണ് ഫൈനൈറ്റ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് തന്നെ ആയിരിക്കും എന്ന് പറയുന്നത്. ഒരു ഇൻപുട്ട് സിമ്പിൾ വന്നാൽ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നേ ഉള്ളൂ. അതേ സ്റ്റേറ്റ് ആവണമെന്നില്ല, പക്ഷേ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും. This is basically the acceptability of a string by the final state. A final state is also called an accepting state. അങ്ങനെ പോയി ലാസ്റ്റ് ട്രാൻസിഷൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്ന അവസാനത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റ് ആവും. ക്യൂ എന്നുള്ളത് എന്തായി മാറും? എഫ് ആയി മാറും. ഈ ക്യൂ എന്ന് പറയുന്നത് എഫ് ആയി മാറും. അതുവരെ ക്യൂ തന്നെ ആയിക്കൊണ്ടേയിരിക്കും, സ്റ്റേറ്റ് തന്നെയാണ്. എഫ് എന്ന് പറഞ്ഞാലും അതൊരു സ്റ്റേറ്റ് തന്നെയാണ്, പക്ഷേ എന്താ ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. ആ ഫൈനൽ സ്റ്റേറ്റിനെയാണ് പറയുന്നത് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിന്. ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ എപ്പോഴും ക്യൂ നോട്ട് ഡെൽറ്റ കാണിക്കുമ്പോൾ, ട്രാൻസിഷൻ ഫംഗ്ഷൻ കാണിക്കുമ്പോൾ, ഫൈനൈറ്റ് ഓട്ടോമേഷൻ ഡിനോട്ട് ചെയ്യുമ്പോൾ ഒരു ട്രാൻസിഷൻ, ഒരു സ്റ്റേറ്റും ഒരു ഇൻപുട്ട് സിമ്പിളാണ് കാണിക്കുക. അതിനെ കാണിക്കുമ്പോൾ അതിൽ കിട്ടുന്ന അതിൻ്റെ അടുത്തത് എന്ന് പറയുന്നത് അടുത്ത സ്റ്റേറ്റ് ആയിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിന് ഫൈനൽ സ്റ്റേറ്റിന് എന്ന് പറയുന്നത് ആണ് നമ്മുടെ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു സെക്ഷനിൽ പറയുന്നത്. ട്രാൻസിഷൻ ഫംഗ്ഷനിൽ പറയുമ്പോൾ എന്താണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്നും അതിൻ്റെ ഡെഫിനിഷൻ, പിന്നെ അതിൻ്റെ ട്രാൻസിഷൻ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക, അതെങ്ങനെ ഡിനോട്ട് ചെയ്യാം, പിന്നെ ട്രാൻസിഷൻ ഫംഗ്ഷൻ 2 പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, പിന്നെ അതിൽ പറയുമ്പോൾ അതിൻ്റെ ആക്സെപ്റ്റബിലിറ്റിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്നുള്ള ആ ഒരു ഏരിയയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.